നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട സംവിധായകനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാരാർക്ക് നേരെ പോർവിളി മുഴക്കുകയാണ് ഈ സർക്കാരും ഭരണകൂടവും. ഇപ്പോഴിതാ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ താൻ പണം നൽകില്ല, മറിച്ച് ദുരന്ത ബാധിതർക്ക് നേരിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കും എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചതിനാണ് ഇപ്പോൾ അഖിൽ മാരാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ലെന്നും മറിച്ച് ദുരന്ത ബാധിതർക്കായി അദ്ദേഹം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നും ഫേസ്ബുക്കിലൂടെ അഖിൽ മാരാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദുരിതാശ്വാസ നിധിക്കെതിരെ പോസ്റ്റ് ഇട്ടെന്ന് ആരോപിച്ച് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരണവുമായി അദ്ദേഹവും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും കേസുണ്ടായി. മഹാരാജാവ് നീണാൽ വാഴട്ടെ എന്നാണ് അഖിൽ മാരാർ കേസെടുത്തതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചത്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നേരിട്ടുമല്ലാതെയും സഹായം എത്തിക്കുമെന്നും എങ്ങനെ സഹായിക്കണമെന്നത് തന്റെ ഇഷ്ടമാണെന്നും തന്റെ തീരുമാനമാണെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത് മാത്രമല്ല, ആ കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്തിയും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ സർക്കാരിന് ഉത്തരം പറയാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് KSFEക്ക് 81 കോടി ലാപ്ടോപ്പിനായി നൽകിയതും സിവിൽ സപ്ലൈക്ക് 140 കോടി നൽകിയതും സഹകരണ മേഖലയുടെ ബാധ്യത പരിഹരിക്കാൻ 147 കോടിയോളം, ഇതൊക്കെയും അക്കമിട്ട് നിരത്തി ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ അഖിൽ മാരാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊക്കെ ആർക്കാണ് കൊടുത്തത്? അർഹതപ്പെട്ട ആർക്കൊക്കെ ഇത് നൽകി എന്ന് പുറത്തുവിടണം. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര പണം കിട്ടിയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ ആർക്കും അതിന് ഉത്തരമില്ല. പ്രളയമുണ്ടായപ്പോൾ 4970 കോടി രൂപ ഇത് ആർക്കൊക്കെ എവിടൊക്കെ എങ്ങനെ നൽകി എന്നതിന്റെ കണക്കുകൾ അടക്കം ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് പറയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട്. KSFEക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം, എന്റെ തെറ്റായിരിക്കാം. 81.43 കോടി രൂപ KSFEക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണ്? പിന്നീട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസസും മറ്റും മേടിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസസിന് 450 കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനും ആ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല. അതിലെ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിവെക്കുന്നു. പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം, കോപ്പറേറ്റീവ് ഡെപ്റ്റ്, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു BPL, സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ, സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ, BPLകാരുടെ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 147.82 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു. ഇത് ആർക്കാണ് കൊടുത്തത്? സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത്? അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തു കൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ? ഇതൊന്നും കൂടാതെ ഓണക്കിറ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇത്രയും പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെന്ന് പറയുമ്പോഴും ഇത്രയും പണം ആർക്കാണ്, അർഹതപ്പെട്ട ആർക്കൊക്കെ എത്തി എന്നതിന്റെ കണക്കുകൾ ഇപ്പോഴും അവ്യക്തമാണ്. പാർട്ടി പ്രവർത്തകർക്കാണോ ഇതൊക്കെ കിട്ടിയത്? അതല്ലെങ്കിൽ വഴിവിട്ട ചിലവുകൾ നടത്തിയോ എന്നത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതിന് കൃത്യമായ കണക്ക് വിടേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. അത് പുറത്തുവിടുക തന്നെ ചെയ്യണം. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, അവകാശമാണ്. ഇതെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നതാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ 40 കേസുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. നേരത്തെ BJP മീഡിയ വിഭാഗം കൺവീനർ ശ്രീജിത്ത് പന്തളത്തിനെതിരെയും കേസെടുത്തിരുന്നു. എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യം അനുസരിച്ച് അഖിൽ മാരാറിനായാലും ആർക്കായാലും ആൾക്കാരെ അല്ലെങ്കിൽ ദുരന്ത ബാധിതരെ എങ്ങനെ സഹായിക്കണമെന്നത് തീരുമാനിക്കുന്നത് അവർ തന്നെയായിരിക്കും. അഖിൽ മാരാറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി അത് പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ സഹായിക്കണം, അല്ലെങ്കിൽ ദുരന്ത ബാധിതരെ എങ്ങനെ സഹായിക്കണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം നേരിട്ട് തന്നെ ചെയ്തോട്ടെ, അതിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, സഹായങ്ങൾ നേരിട്ടോ അല്ലാതെയോ എത്തിക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ
ഈ പണങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ എത്തിക്കണം എന്നുള്ളത് അതിനാർക്കാണ് നിർബന്ധം? ആരാണ് അതിൽ നിർബന്ധിതരാകുന്നത്? ഈ കാര്യങ്ങളൊക്കെയാണ് അഖിൽ മാരാർ, ഈ ആശങ്കകളൊക്കെയാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. തികച്ചും ന്യായമായ കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതിനൊക്കെ മറുപടി പറയേണ്ടിയുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട്. ജനപ്രതിനിധികളടക്കം ഇപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ആരാണ് ഇതിന് ബന്ധപ്പെട്ടവർ? അവർ തന്നെ ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ. അത് അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശമാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിട്ടുള്ളൂ. അതിനൊക്കെ മറുപടി വ്യക്തമായി നൽകിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ ആ മറുപടിക്ക് അല്ലെങ്കിൽ ആ മറുപടി സർക്കാർ നൽകിയിരിക്കണം. അത് സാധാരണപ്പെട്ട ജനങ്ങളുടെ കൂടി അവകാശമായിട്ടാണ് ഇതിനെ കരുതേണ്ടത്.